പറഞ്ഞുതരാം. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. ഇതൊരു ജനറ്റിക് അസുഖമാണ്. അതായത് നോർമലായിട്ട് എല്ലാവർക്കും വരുന്ന പോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്ന അസുഖമല്ല ഇത്. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ നമ്മുടെ ശരീരത്തിൽ ജെനറ്റിക്സ് പരമായിട്ട് ഉണ്ടാക്കുന്ന കൊളേജൻ ടൈപ്പ് 1 എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതിൽ കൊളേജൻ ടൈപ്പ് 1-ല് 1A 1-2 എന്ന് പറഞ്ഞ 2-3 വിഭാഗമുണ്ട്. അപ്പൊ ഈ സാധനം സ്വന്തമായിട്ട് ബോഡിയിൽ നിന്ന് അവന്റെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി അവന്റെ ജെനറ്റിക്സിൽ ഇല്ല. അത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് പാരന്റ്സിന്റെ കൈമാറി വരുന്ന ജനിതക മാറ്റങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയൊരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇത് കാരണം ഉണ്ടാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ബോഡിയിൽ, ജാസിയുടെ ബോഡിയിൽ ഈ പറഞ്ഞ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന ബോണിന്റെ സ്ട്രെങ്ത്, എല്ലിനുള്ള ബലം, പല്ലിനുള്ള ബലം, അതുപോലെ അതൊക്കെ വളരെ കുറവായിരിക്കും. ഈ കൊളേജൻ ടൈപ്പ് 1 ഇല്ലാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് എല്ല്, പല്ല് തുടങ്ങിയ എല്ലാ നമ്മളെ നോർമൽ ആയിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. അപ്പൊ നോർമലി ഇപ്പൊ ബിലാൽ പറഞ്ഞ പോലെ ജസ്റ്റ് നമ്മളൊന്ന് കൈ തട്ടിയോ അല്ലെങ്കിൽ കാല് തട്ടിയോ എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഒടിവും ചതവും ഒക്കെ സംഭവിക്കും. നോർമലി നമ്മൾ നല്ലൊരു വീഴ്ച വീണാൽ സംഭവിക്കുന്ന ഒടിവിനേക്കാൾ 4 ഇരട്ടിയില് ഡാമേജ് ഇവൻക്ക് ജാസിക്ക് സംഭവിക്കും. അപ്പോ ഇതിന് ഉള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളേജൻ ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 ഏതാണോ ഷോർട്ട് എന്നുള്ളത്, അതെന്ന് പറയുന്നത് തമിഴ്നാട് CMC തുടങ്ങിയ അങ്ങനെ കുറച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകൾ മാത്രം ഉള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് ആണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ ഈ ജെനറ്റിക്സിന്റെ ഇംപെർഫെക്ഷൻ മാറ്റാനുള്ള ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമാണ് ഇതിന് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ. നമ്മുടെ നാട്ടില് ഇതെന്ന് പറയുന്നത് റയർലി അതായത് 1,00,000 ആളുകളിൽ ഒരാൾക്ക് എങ്ങാനും കണ്ടുവരുന്ന ഒരു റയറസ്റ്റ് കേസാണ് ഈ സംഭവം. ഇതിന് പേര് ഞാൻ ഒന്നുകൂടി പറയാം, ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്നാണ് പേര്. അപ്പോ ഇതിന് ഒരു ശരീര വളർച്ച കുറവായിരിക്കും, അതുപോലെ എല്ല്, പല്ല് തുടങ്ങിയ മറ്റ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കുള്ള ശക്തി കുറവായിരിക്കും. പിന്നെ ഒരു നമുക്ക് സാധാരണ നമുക്ക് ഉണ്ടാവുന്ന അത്ര ഉണർവോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യുന്നില്ല. ആ ട്രീറ്റ്മെന്റ് ആണ് അവനിപ്പം പറഞ്ഞു വെച്ചിട്ട് ഏകദേശം 3 മാസത്തോളമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ് ഗൈസ്, ഈ ചാറ്റിൽ വന്നിട്ട് മുത്തയടാ നിങ്ങൾ തൊപ്പിന്ന് സ്പാം ചെയ്യല്. ഞാൻ ഓൾറെഡി ഈ കാര്യം അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തായാലും ചെയ്തിരിക്കും, മനസ്സിലായ? അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും, എന്തായാലും ചെയ്തിരിക്കും. അപ്പം വന്നിട്ട് ഇവിടെ വന്നിട്ട് അവൻ വിളിച്ചാൽ കിട്ടുന്ന ഒരു സ്ഥലത്തല്ല, അവൻ ഷൂട്ടിലാണ്, ഇപ്പൊ സിനിമ ഷൂട്ടിലാണ്. അപ്പം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ വന്ന് സ്പാം ചെയ്യല്ലേ. കാരണം ഒരുപാട് പേര് ഇവിടെ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും പല പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ തൊപ്പിയുടെ സിമ്പൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾ അത് മനസ്സിലാക്ക്. ബാക്കി നിങ്ങൾ ഇത് ചെയ്താലും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് ചെയ്യല്ലേ. മനസ്സിലാക്ക്, മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കണ്ട. പിന്നെ ഫുഡിന്റെ കേസ്, ഇപ്പൊ നമുക്ക് ബോഡിക്ക് വേണ്ട, ഹെൽത്തിന് വേണ്ട നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. നട്ട്സ്, അതുപോലെ മറ്റ് കുറച്ച് ഇപ്പൊ ആപ്രിക്കോട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ചാൽ മാത്രമാണ് ഇപ്പം ബോഡിയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അവന്റെ ബോഡിക്ക് കിട്ടുള്ളൂ. അത് വെച്ചിട്ട് വേണം ബാക്കി നമ്മുടെ ശരീരത്തിലെ ഓരോ ജീൻസിന്റെ പരമായിട്ടുള്ള കൊളേജൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻടേക്കിനനുസരിച്ചുള്ള ഭക്ഷണം അനുസരിച്ചിട്ടാണ്. നമ്മൾ നോർമലി ഒരാൾക്ക് ഒരു ദിവസം ഫുഡിന്റെ ചെലവ് 100-200 രൂപ വരുന്ന സമയത്ത് അവന്റെ ഡയറ്റ് അത്ര എക്സ്പെൻസീവ് ആവുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ബോഡിയിൽ ജനറേറ്റ് ആവാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഫുഡ് ഡയറ്റും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ ബിലാൽ പറഞ്ഞ പോലെ 1 ടൈം അവന്റെ മീലിന് ഏകദേശം 1500 അല്ലെങ്കിൽ 1 ഡേ അവന്റെ മീലിന്റെ കോസ്റ്റ് ഏകദേശം അത്ര വരും എന്ന് പറയാൻ കാരണം ഇതാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കോളേജിന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തതിന്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതാണ് അവന്റെ ആക്ച്വൽ ഡിസീസ് എന്താന്നുള്ളത്. എല്ലാരും ക്യൂറബിൾ ആണോ ചോദിച്ചാൽ ക്യൂറബിൾ അല്ല. ആക്ച്വലി ഇതിന്റെ ജനറ്റിക് ചേഞ്ച് ചെയ്യുന്ന പുതിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിൽ അവൈലബിൾ അല്ല. ജെനറ്റിക്സ് മാറ്റി വെക്കുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഇപ്പം ഇൻവെൻഷനിൽ ഉണ്ട്, കുറെയൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ ഒരു നടക്കാൻ പറ്റൂല. അവന്റെ ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അതെ ഞാൻ പറയാം, കാലിന്റെ എല്ലാം ഓൾറെഡി ബെൻഡായി. അപ്പൊ ഇനി അതിലേക്ക് നടക്കാൻ പറ്റൂല. ക്യൂറബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. പക്ഷെ ഇതിന്റെ ഈ ജെനറ്റിക്സ് റെഡിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് അപ്പൊ ഇപ്പൊ അതിനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കണം.
ഓക്കെ ഓക്കെ. ഇപ്പൊ അതിനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ജനറ്റിക് ഡിസീസ് അത് ഇപ്പൊ ട്രീറ്റ് ചെയ്യാന്നുള്ളത് അതിനനുസരിച്ച് സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുക്കുക, അതിനനുസരിച്ച് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നല്ലാതെ മറ്റ് ഓപ്ഷൻസ് ഇപ്പൊ കറണ്ടിൽ ഇല്ല എന്നുള്ളതാണ്. അല്ല, ഇത് ക്യൂറബിൾ അല്ല, ബട്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇങ്ങനെ ബോൺ ഡെൻസിറ്റി കൂട്ടിയിട്ട് ഒടിവും ചതവും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ല, അതായത് നടക്കാൻ പറ്റൂല. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ട്രീറ്റ്മെന്റ് നടന്നിരുന്ന ടൈമിൽ അവൻ മറ്റേ വാക്കറിലെല്ലാം നടന്നതായിരുന്നു. അവന്റെ ഉമ്മ പറഞ്ഞതെന്ന് വെച്ചാല് ഇവനൊരു കുറച്ച് നാള് ഇവർക്ക് തമിഴ്നാട്ടിലായി ഇഞ്ചക്ഷൻ ഉള്ളത്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 7 ദിവസം, അതായത് 3 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇവര് റെന്റിനൊക്കെ വണ്ടി എടുത്ത് കൊണ്ടുപോയി അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ടൈമില് ഇവന് കുറച്ച് മാറ്റെല്ലാം വന്നതായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി അപ്പുറം ഇപ്പം വാക്കറിൽ നടക്കാൻ തുടങ്ങി. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പ്രൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ നടക്കാൻ തുടങ്ങിയത്. അതറിയുമ്പോ നമ്മൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനും അതിന്റെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് അവന്റെ മാക്സിമം അവനക്ക് റിക്കവർ ആവാനുള്ള പക്ഷേ ഇതിന് മുന്നോട്ട് പറ്റിപ്പോയ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയപ്പോഴത്തേക്ക് അവർക്ക് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള പൈസ ഇല്ലാണ്ട് ഈ ഇഞ്ചക്ഷൻ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അത്ര കോസ്റ്റ് അല്ല. പുറത്തുനിന്ന് വരുന്ന സാധനമായതുകൊണ്ട് നോർമൽ ഒരു ഫാമിലി, ഇപ്പൊ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും ഒരുപക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്ര എമൗണ്ട് വരും. ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ, ജനറ്റിക് ഡിസീസ് ആയിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ്. നോർമലി അസുഖങ്ങൾക്ക് പോലെ നമുക്ക് ടാബ്ലറ്റ് കഴിച്ചാലൊന്നും നടക്കാത്തതും ഇത് എല്ലിന്റെ മജ്ജയിൽ കുത്തിവെക്കുന്ന ടൈപ്പ് ഇഞ്ചക്ഷൻസ് ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതും അത് റെയർ ആയിട്ട് ഇന്ന് പറഞ്ഞ നാളൊന്നും കിട്ടൂല. അങ്ങനെ കിട്ടി അത് അറേഞ്ച് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം അവൻ നമ്മളോട് പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ ആ എമൗണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവന്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ട് അവരെ കാര്യങ്ങൾ നടന്നു പോവാന്നല്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് എത്തിപ്പോവാൻ പറ്റാത്തതിന്റെ സങ്കടം നമുക്കുണ്ട്. നമ്മൾ അറിയാതെ പോയതിന് നമ്മൾ അതിന് ഖേദിക്കുന്നു. ഇപ്പം നമ്മൾ അറിയാനായിട്ട് വൈകി നമുക്ക് അവർക്ക് പ്രശ്നങ്ങൾ, അതായത് അവന് ഇങ്ങനെ ഒരു ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിയാം. അല്ലാണ്ട് വേറെ നമ്മളടുത്ത് അങ്ങനെ കാണിച്ചിട്ടില്ല. നമ്മളെന്തായാലും ഓരോ കാര്യത്തിന് നമ്മള് ചോദിക്കുന്ന ടൈമില് മടി കാണിച്ചിട്ടില്ല. നമുക്കിങ്ങനെ ഫണ്ട് ഷെയർ ഇടാനായിട്ടും ഓരോ കാര്യത്തിനായിട്ടും. അപ്പൊ നമ്മളെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒരു മിനിറ്റ് ഞാൻ ജി പേ ലിമിറ്റ് മാറ്റിയല്ലോ. ഇത് വേറെ സ്കാനറാണ്. ഇത് പുതിയത് അക്കൗണ്ട് റാമൊന്ന് മാറ്റിയത് അത് ലിമിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് യു പി ഐ തോന്നുന്നു അതിന്റെ മറ്റേ അക്കൗണ്ട് വെച്ചേക്ക്. മറ്റേ അക്കൗണ്ടിൽ ഒരു മിനിറ്റ് ഉസ്മാൻ നിന്റെ എങ്ങാനും ക്യൂആർ കൊണ്ട് കൊടുക്കണം. എന്റെ വീട്ടില് വേറെ വന്നാറുണ്ട്. അല്ല മറ്റേ അക്കൗണ്ട് ലിമിറ്റ് ആണെങ്കിൽ വേറെ അതാണെങ്കിൽ സെറ്റ് മർച്ചന്റ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ചെയ്യും. അതങ്ങനെ അപ്പാപ്പന്റെ കൊടുത്തേക്കാമോ? ഷേക്കിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ലിമിറ്റ് ആകുമ്പോ കൊടുക്കാം. അപ്പാപ്പ എനിക്ക് വാട്സപ്പിൽ അയച്ചാ. കാരണം നമ്മളിത് പെട്ടെന്ന് തീരുമാനിച്ചാണ്. നമുക്കൊരു മെർച്ചന്റ് അക്കൗണ്ട് കണ്ടെത്താനോ അതിനൊന്നുള്ള ഒരു സമയവും നമുക്ക് കിട്ടിയില്ല. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മളിത് അറിഞ്ഞ ഉടനെ ഇന്നെങ്കിൽ ഇന്ന് ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതിന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സമയം വെച്ചില്ല. കാരണം അവന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവന് പഠിക്കണം. മുന്നോട്ട് അവന് പഠിക്കണം. അവൻ ഇപ്പം പഠിക്കുന്നുണ്ട് ഏവിയേഷൻ. അവൻ എന്താണ് പഠിക്കുന്നത്? ആനിമേഷൻ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഫീസ് അടയ്ക്കാനിട്ട് അവന് ക്ലാസ്സിൽ അവരിപ്പോ ജോയിൻ ചെയ്യിക്കുന്നില്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ഇവര് 2 ലക്ഷം രൂപയായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവൻ ഈ കോഴ്സ് പഠിക്കേണ്ടത്. കാരണം അവന് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അവന്റെ അമ്മ എന്റെ അടുത്ത് ഉമ്മ പറഞ്ഞ 10,000 രൂപ ഉമ്മയ്ക്ക് മൊത്തത്തിൽ സാലറി കിട്ടണത്. ഈ 10,000 രൂപയിൽ 5,000 രൂപ ഈ വീട്ടിന്റെ ബാക്കി കാര്യങ്ങളും 5,000 രൂപ ഇവന്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഉമ്മ ചെലവാക്കുന്നത്. മനസ്സിലായ? 5,000 രൂപയിലാണ് ആ വീട് കഴിഞ്ഞു പോണത്. അവര് കടവും വാങ്ങിച്ച് 5,000 രൂപയിൽ കഴിഞ്ഞു പോണ ഒരു കുടുംബമാണ്. ഒരു മാസത്തേക്ക് കഴിഞ്ഞു പോണത്. അവർക്ക് അത്രേ വരുമാനമുള്ളൂ. ഇവന് ഈ യൂട്യൂബിൽ നിന്ന് ഇപ്പൊ ഇവന് റവന്യൂ കിട്ടി തുടങ്ങിയപ്പോ ഇവന്റെ റവന്യൂ നിന്നാണ് വീട്ടിലെ കറണ്ട് ബില്ല് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് മുന്നോട്ട് പോണത്. മനസ്സിലായ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയ്ക്ക് ഒരേ ഒരു കാര്യമുള്ളൂ. ഒന്ന് ഇവന്റെ ട്രീറ്റ്മെന്റ്. അവർക്ക് വേറെ ഒന്നും വേണ്ട. അവര് പറഞ്ഞു അവർക്ക് ഒന്നും വേണ്ട. ഒന്ന് ഇവന്റെ ട്രീറ്റ്മെന്റ്, ഒന്ന് ഇവനെ പഠിപ്പിക്കണം. ഇവനെ പഠിപ്പിക്കണം. 30,000 കെട്ടി 32,000 രൂപ 2
ലക്ഷം രൂപ ഫീസിന് 32,000 രൂപ ഇവർ ഓൾറെഡി അടച്ചു. ഇവന്റെ അമ്മ അടച്ചു 32,000 രൂപ. അടുത്ത പൈസ 30,000 രൂപ അടയ്ക്കാൻ സമയം. പക്ഷെ ഈ 30,000 രൂപ അടയ്ക്കാത്തതിന്റെ പേരിൽ ഇവനെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് അവർ മാറ്റി. ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അടക്കി വരുന്നല്ലോ 30,000 രൂപ, ഇല്ലെങ്കിൽ ആ ഫീസ് മൊത്തം നമ്മൾ അടച്ച് തീർക്കുമായിരുന്നല്ലോ. പക്ഷെ ഫീസ് മാത്രമല്ല, അവർക്ക് മുന്നോട്ട് ഈ ഹോസ്പിറ്റൽ കേസും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചാരിറ്റി സ്ട്രീം ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. മനസ്സിലായോ? അവിടെ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത് എല്ലാം നമ്മൾ നോക്കും. ഇനി മുന്നോട്ട് നമ്മൾ അവന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. അത് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാക്ക് തരാം. നമ്മളുള്ളിടത്തോളം കാലം, മനസ്സിലായോ, നമ്മൾ ജീവനോട് ഉള്ളിടത്തോളം കാലം നമുക്കൊരു നല്ല സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനും ഒരു നല്ല സമയമുണ്ട്. നമ്മളെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് അവനുണ്ട്. അത്രേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്ത് നമ്മൾ അവന് വേണ്ടിയിട്ട് ചെയ്യും. അതിനി എത്ര വർഷമായാലും നമ്മൾ ചെയ്യും. നമ്മൾ അറിയാൻ ലേറ്റായി പോയി, അത് മാത്രമേ ഇതിന് പറ്റിയൊരു പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. 2400 ഇത് കാണണ്ട. എല്ലാരും വേറെ ആള് ചെയ്യും അങ്ങനെ ഒരു മൈൻഡ് ഇരിക്കരുത്. എല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ. ഒരു 100 രൂപയാണെങ്കിലും അതെങ്കിലും എല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ. അല്ല, പറ്റാത്തൊരു 10 രൂപ വെച്ചെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വേറെ ആള് ചെയ്യണ ഓർത്തിക്കരുത്. എല്ലാവർക്കും അയക്കാവുന്നതുള്ളൂ. ഇപ്പൊ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ നിങ്ങക്ക് പറ്റാവുന്ന ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാ അത് നല്ലതായിരിക്കും. 10-1 ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ലതിനായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഗൈസ്, ബോണൊക്കെ ഒടിയുമ്പോൾ നിങ്ങൾക്ക് പെയിൻ അറിയാലോ ഗൈസ്. ഇതൊക്കെ അവൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഒറ്റ സ്റ്റെപ്പിൽ 8 ഫ്രാക്ചർ ഒക്കെ കേട്ട് ഭയങ്കര. ഹലോ കേക്കാവോ? എടാ, ഗോകു എന്നെ വിളിച്ചായിരുന്നു. ഗോകു എനിക്കൊരു 5K ട്രാൻസ്ഫർ ചെയ്ത് തന്നായിരുന്നു. ഇപ്പം ലൈവിൽ പറയലെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേറെ ആർക്കും അയക്കാൻ പറ്റാത്ത ഡയറക്റ്റ് എനിക്ക് അയച്ചു. ഇതിലിപ്പോ നമ്മളതിൽ ആരെങ്കിലും വന്നാലും അവന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അത് നിന്റെ വന്നത് അത് നീ വെച്ചോ. അത് നമുക്ക് കാര്യങ്ങൾ അവിടുന്ന് അയക്കാൻ പറ്റുന്നില്ലായിരുന്നു നിനക്ക് ഡയറക്റ്റ്. അപ്പൊ എന്നെ വിളിച്ച് എന്റെ പേയ്മെന്റ് ലിമിറ്റ് അടിച്ച്. കുഴപ്പമില്ല. താങ്ക് യു ഗോകുൽ ബ്രോ, താങ്ക് യു.